കോഴിക്കോട് അത്തോളി ഗ്രാമപഞ്ചായത്തിലെ വേളൂർ അങ്കണവാടി അപകടാവസ്ഥയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. മഴ പെയ്താൽ അകത്ത് വെള്ളക്കെട്ടാണ്. മഴവെള്ളം വീഴുന്ന വൈദ്യുതി മീറ്റർ. നിരവധി കുട്ടികൾ പഠിക്കുന്ന അപകടാവസ്ഥയിലുള്ള ഈ അങ്കണവാടി കെട്ടിടത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. വന്ന് വൃത്തികേടായി അലങ്കോലമായി കിടക്കുന്ന ചുമരും പാരപ്പറ്റും. അകത്തുകയറി നോക്കിയാലോ തറയിൽ നിറയെ വെള്ളം കെട്ടിനിന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രവർത്തനരഹിതമായ ഒരു കെട്ടിടമാണെന്ന് തോന്നൂ. കോഴിക്കോട് അത്തോളി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ 10-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വേളൂർ അങ്കണവാടിയുടെ അവസ്ഥയാണിത്. മുൻവശത്ത് മഴവെള്ളം നേരെ തെറിച്ചു വീഴുന്നത് ഇവിടെ സ്ഥാപിച്ച വൈദ്യുതി മീറ്റർ ബോക്സിലേക്കാണ്. അകത്താണെങ്കിൽ കാര്യങ്ങളേറെ പരിതാപകരം. തറയിൽ നിന്ന് മഴവെള്ളം ചുമരിലൂടെ ഇറങ്ങി മുറിയിൽ മുഴുവൻ വ്യാപിക്കുന്നത് ചില്ലറ പ്രയാസങ്ങളല്ല കുഞ്ഞുങ്ങൾക്കും ജീവനക്കാർക്കും ഉണ്ടാക്കുന്നത്. ഇതുകാരണം കുഞ്ഞുങ്ങളാരും ഇപ്പോൾ ഇവിടേക്ക് വരാറില്ല. അംഗൻവാടി ഇങ്ങനെ വെള്ളം കയറി ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറേ വർഷങ്ങളായി ഇങ്ങനെ മേലെ നിന്നൊരു നടപടിയും വരുന്നില്ല. പിന്നെ ഒരു ഭാഗം നിറച്ച് വെള്ളമായിരിക്കും. അപ്പം ഞങ്ങളൊരു കുട്ടികളെയും കൊണ്ട് ഒരു സൈഡിൽ പോകും. ഇപ്പം 3-4 ദിവസമായി കുട്ടികളെ കൊണ്ടുവരണ്ടാന്ന് ഇരുത്തണ്ടാന്ന് മേലെ ഓഫീസർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്നിരിക്കും. ഞാൻ ടീച്ചർ ഇവിടെ വന്നിരിക്കും. പിൻവശത്തെ ശൗചാലയത്തിലേക്കുള്ള വഴി അപകടം പിടിച്ചതും ബുദ്ധിമുട്ടേറിയതുമാണ്. വഴുക്കലാണ് പടികളിലും നടന്നു പോകുന്ന വഴിയിലും. ഈ കെട്ടിടമുയർത്തുന്ന അപകട ഭീഷണി ചെറുതല്ല. ഏതു നിമിഷവും നിലം പതിക്കാറായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലേക്ക് കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾ മടിക്കുകയാണ്. അത്തോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്തായിട്ട് പോലും അധികൃതരോ മറ്റുത്തരവാദിത്തപ്പെട്ടവരോ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വേളൂർ അംഗനവാടി. ഈ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഒലിച്ചിറങ്ങി അകത്തേക്ക് വരികയാണ്. മാത്രമല്ല ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ പിറകുവശത്ത് മണ്ണിട്ട് തൂർത്തത് കൊണ്ട് മഴക്കാലത്ത് വെള്ളം അവിടെ നിന്ന് ഊർന്ന് അകത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ പഞ്ചായത്ത് അധികൃതരുമായിട്ട് സംസാരിച്ച് അവർ പറയുന്നു 6 ലക്ഷം രൂപ ഈ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസിന് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ മഴ തുടങ്ങി, ഈ ജൂൺ മാസം മഴ തുടങ്ങി, അതുപോലെ തന്നെ ക്ലാസ് തുടങ്ങി, ഇത്ര സമയമായിട്ടും ആ പണം ഈ ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ അവർ സന്നദ്ധരായിട്ടില്ല. ഞങ്ങൾ പഞ്ചായത്തിൽ ഒഫീഷ്യലായിട്ടും പിന്നെ അതല്ലാതെയൊക്കെ കൃത്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ സെക്രട്ടറി മുഖേന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ബന്ധപ്പെട്ട ഒരു ഫാസ്റ്റായൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായില്ല. കെട്ടിടത്തിന്റെ ഈ ദുരവസ്ഥയ്ക്ക് വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.